ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് എ സി നിങ്ങളൊക്കെ വീട്ടിലുള്ള സ്പ്ലിറ്റ് എ സി ചൂട് കാലത്തോ അല്ലെങ്കിൽ തണുപ്പ് കാലത്തോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ട്രിപ്പായി പോകണം. അതായത് നിങ്ങൾ സ്പ്ലിറ്റ് എ സിയുടെ സ്വിച്ച് ഓണാക്കി ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കഴിയുമ്പം നമ്മളെ വീട്ടിലെ ELC അതായത് പവർ ബ്രേക്കർ മൊത്തത്തിൽ ട്രിപ്പായി പോകണം. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാക്കാനുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഷ്പ്രയാസം അത് ശരിയാക്കി നിങ്ങൾക്ക് തന്നെ അത് ശരിയാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതിനങ്ങനെ ഇത് ഇങ്ങനെ കംപ്ലയിൻറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ട്രിപ്പാണ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്, അതങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പാർട്ടാണ് നമ്മൾ നോക്കണമെന്നെല്ലാം ഈ വീഡിയോകൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എപ്പോഴും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കൻ ആളാക്കിയിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനം. നമ്മൾ നേരെ വീഡിയോയിലേക്ക് വേണം. നിങ്ങൾ സ്പ്ലിറ്റ് എ സി ട്രിപ്പായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ശരിയാക്കി എടുക്കണം എന്നുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതൊരു 2 AC ആണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ACയുടെ പവർ ഇവിടെ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. നിങ്ങളിവിടെ കാണാം. ഇപ്പോൾ പവർ ഗ്രീൻ ലൈറ്റ് തെളിയുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പം റിമോട്ട് എടുത്തതിന് ശേഷം AC ഓണാക്കിയപ്പോൾ AC ഓണാക്കിയിട്ടുണ്ട്. ACന് ബ്ലോവറിൻ്റെ സൗണ്ടെല്ലാം വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഔട്ട്ഡോർ യൂണിറ്റ് ഓൺ ആവുന്ന സമയത്ത് AC അങ്ങ് ട്രിപ്പായി പോകും. അതിപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. AC ട്രിപ്പായി, പവർ ട്രിപ്പായി. അപ്പോൾ ഇത് എന്തിട്ടാണ് പറഞ്ഞതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരെ DVയിൽ പോയി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മേളിൽ കാണാം DVയിലെ ഈ ബ്രേക്കർ ഓഫായി കിടക്കുകയാണ്. DVയിലെ ബ്രേക്കർ ഓഫായി ഇതവിടെ ഓഫായി കിടക്കണം കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഔട്ട്ഡോർ യൂണിറ്റ് ഇളക്കി നമ്മളിപ്പോൾ കംപ്രസറിൻ്റെ ഒയറൊക്കെ ഈ ഭാഗത്ത് ഒയറൊക്കെ കത്താൻ ചാൻസ് കൂടുതലുള്ള ഏരിയയാണ്. അപ്പോൾ ഇത് കത്തിപ്പോയാലും ട്രിപ്പാവുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒയർ കത്തിയിട്ടില്ല. അതിനെ കപ്പാസിറ്ററിൻ്റെ ഒയറൊക്കെ ഇളക്കി നോക്കണം. അത് കപ്പാസിറ്ററിൻ്റെ ഭാഗത്ത് ഒയർ കത്തിയിട്ടുണ്ടാകുന്ന. പിന്നെ അതിനൊക്കെ ഈ കണക്ടർ എവിടെയെങ്കിലുമൊക്കെ ഒയർ കട്ടിയിട്ടുണ്ടാകുന്ന കോയിൽ കംപ്ലയിൻ്റ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കണം. കത്തിയിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ നോക്കണം. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടില്ല. അതിനുശേഷം നമ്മളിപ്പോൾ AC ഇനി കംപ്രസർ പോയെന്നറിയാൻ വേണ്ടി ACയുടെ ഒയർ ഊരി ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടിന്യൂറ്റി എടുത്ത് നോക്കുകയാണ്. അതായത് എർത്തിങ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അതിനിപ്പോൾ ഞാൻ കംപ്രസറിൻ്റെ 2 ഒയർ ഊരി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോഡിയിലും അതിൻ്റെ 3 പോയിന്റിൽ, അതായത് 3 കംപ്രസറിൻ്റെ 3 പിന്നിലും വെച്ച് പിടിക്കുകയാണ്. റണ്ണിങ്, സ്റ്റാർട്ടിങ്, കോമൺ ആ 3 പോയിന്റിൽ നമ്മൾ പിടിച്ചതിന് ശേഷം അതിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ നോക്കും. പക്ഷേ അതിൽ കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ കംപ്രസർ എർത്തിങ് അല്ല. ഇനി അത് കണക്കിന് 3 കോയിലും നമ്മൾ കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ നോക്കും. അതായത് കോയിൽ വല്ല കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ നോക്കുകയാണ്. അപ്പോൾ കോയിലിൽ കണ്ടിന്യൂറ്റി ഉണ്ട്, കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എർത്തിങ് ഇല്ല, കോയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കപ്പാസിറ്റർ, അതായത് കംപ്രസർ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി കപ്പാസിറ്റർ മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ആവത്തില്ല. സ്റ്റാർട്ടിങ് ആവാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂളിച്ച മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ മൂളി കംപ്രസറിൻ്റെ കോയിൽ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ മൂളി കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ ചൂടാവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ കപ്പാസിറ്റർ മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ AC ഓണാക്കിയാണ്. ഓണാക്കുമ്പോൾ ഞാൻ ഔട്ട്ഡോർ യൂണിറ്റ് ഓണാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ AC ഓണാക്കിയിട്ടുണ്ട്. അപ്പം കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ആയാലും ഇത് കണക്ക് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കപ്പാസിറ്റർ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ ഓണാക്കുന്നുണ്ട്. പവറൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ AC ഓണായിട്ടുണ്ട്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു, AC ഓണായിട്ടുണ്ട്. ഇതായി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആംബിയർ കൂടുതലാണ് ഈ ACയിൽ. അപ്പോൾ ഇതിൻ്റെ ആംബിയർ കൂടുതലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ആംബിയർ കൂടുതലാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ 13.20 ആണ് ഇതിൻ്റെ ആംബിയർ. 13.20 ആംബിയർ. അപ്പോൾ നമ്മൾ ആംബിയർ കുറയ്ക്കാനായിട്ട് അത് ഗ്യാസ് കൂടിപ്പോയിട്ടാണ് ഇതിൻ്റെ ആംബിയർ കൂടാൻ കാരണം. അപ്പോൾ നമ്മൾ ഗ്യാസ് കുറയ്ക്കാനായിട്ട് ഇപ്പം നമ്മളെ ഗ്യാസിൻ്റെ ചാർജിങ് വാൽവിൻ്റെ ഭാഗം ഇറക്കിയതിന് ശേഷം നമ്മളവിടെ ടെസ്റ്റ് എന്നൊന്ന് ഗ്യാസ് കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് ടെസ്റ്റ് എന്നൊന്ന് ആ ഗ്യാസിൻ്റെ ചാർജിങ് വാൽവ് കുത്തി ഗ്യാസ് റിലീസ് ചെയ്ത് വിടുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഗ്യാസ് റിലീസ് ചെയ്ത് വിടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്യാസിൻ്റെ ആംബിയർ കുറഞ്ഞ് താഴോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ അത് അവിടെ ശകലം ഗ്യാസ് കുത്തി വിട്ടാൽ മതി. കുത്തി വിടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആംബിയർ കുറഞ്ഞ് കറക്റ്റ് ആംബിയർ കിട്ടും. ആംബിയർ കൂടിപ്പോയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ ചൂടായി ഓട്ടത്തിൻ്റെ ഇടയിൽ ആംബിയർ കൂടി ചൂടായി ട്രിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റ് നമുക്ക് തണുക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കംപ്രസർ ട്രിപ്പായി പോകും. അത് കംപ്രസറിന് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആംബിയറിലാണ് വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ 13.20 ആംബിയറിലാണ് വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ കംപ്രസർ ട്രിപ്പ് ആവില്ല. കറക്റ്റ് നമ്മൾ വർക്കാവും AC. ഇപ്പം നിങ്ങൾ ഇവിടെ കാണാം നമ്മൾ കറക്റ്റ് ആംബിയറിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ AC കറക്റ്റ് വർക്കാവുകയാണ്. കറക്റ്റ് കോയിലെല്ലാം നല്ല ചില്ലണക്ക് തണുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ക്ലാം ടെസ്റ്റ് നോക്കുന്ന ആംബിയർ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആംബിയർ കറക്റ്റ് ആക്കണം. അതിനുശേഷം ഈ കപ്പാസിറ്റർ പോയ കപ്പാസിറ്ററാണ്. ഇപ്പം നമ്മൾ കപ്പാസിറ്റർ മാറിയിട്ടുണ്ട്.
ഇപ്പോൾ എ സിയുടെ പണി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കാണാം ഈ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി ചിലപ്പോൾ കുറവായിരിക്കും എന്ന് വെച്ചാൽ അത്ര നല്ല ബെയറിൽ അത്ര നല്ല ചൂടാണ്. പഴുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ടോപ്പിക് എറിയുന്ന പണിയുന്നത്. അതിൻ്റെ കൂടെ ഇനി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കിന് ആളാക്കിയിടാൻ മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം.